എല്ലാരും തൊഴുതിട്ട് അവിടെ പോയിരിക്കെ. ഇരിക്കെ. ഇനി രണ്ടുപേരും നെറ്റിയിൽ കുങ്കുമം ചാർത്തുക. ഇനി പെണ്ണിന്റെയും പയ്യന്റെയും രക്ഷിതാക്കൾ അടുത്തടുത്തിരിക്കുക. ഇവിടെ നിശ്ചയം തുടങ്ങാൻ പോകുന്നു. പോലീസ് ഇതുവരെ എത്തിയിട്ടുമില്ല. ദൈവമേ, ഈ നിശ്ചയം എങ്ങാനും നടന്നാൽ തീർന്നത് തന്നെ. അപ്പോ ഇനി പെണ്ണിന്റെയും ചെറുക്കന്റെയും ജാതകം പരസ്പരം കൈമാറാം. ഇനി കൈമാറാം. ഇനി ചെറുക്കനും പെണ്ണും ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് നിശ്ചയമോതിരം പരസ്പരം കൈമാറുക. ഇനി ചെറുക്കനും പെണ്ണും ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് നിശ്ചയമോതിരം പരസ്പരം കൈമാറുക. മോതിരം വരെ കൈമാറാൻ പോകുന്നു. പോലീസ് ഇതുവരെ എത്തിയിട്ടുമില്ല. ആ വീണ അവൾ എന്നെ പറ്റിച്ചതായിരിക്കും. ദൈവമേ, ഇതൊന്നും കാണാൻ നിൽക്കാതെ ഈ ഇരുന്ന ഇരിപ്പിലങ്ങ് ചത്താ മതിയായിരുന്നു.
ഓരോ അബദ്ധങ്ങൾക്കും ഓരോ തെറ്റുകൾക്കും തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി നിന്നോട് ക്ഷമിച്ചിട്ടേ ഉള്ളൂ. അമ്മയ്ക്ക് അതിന്റെ ആവശ്യം എന്തായിരുന്നു? ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരാളെ ആൾക്കാരുടെയും മറ്റു ജോലിക്കാരുടെയും മുന്നിൽ വെച്ച് വീണ്ടും അപമാനിച്ച് തല കുലിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിനക്ക് ഈ നിശ്ചയത്തിൽ നിന്ന് പിന്മാറാം. നാട്ടിലേക്ക് പോവാം. വേണമെങ്കിൽ കിണറ്റി ചാടി മരിക്കുക വരെ ചെയ്യാം. ഞാനൊന്നും പറയില്ല. അതല്ല, മനസ്സിൽ അല്പമെങ്കിലും നന്ദിയും സ്മരണയുണ്ടെങ്കിൽ നീ നിന്റെ തീരുമാനം മാറ്റും. മോളെ കൈനീട്ട്, മോതിരിടട്ടെ. കല്യാണി കൈ നീട്ടി കൊടുക്ക്. നീ എന്താ കണ്ണു തുറന്നിരുന്ന് കിനാവ് കാണുകയാണോ അവിടെ? ഇനി പെൺകുട്ടിക്ക് പയ്യന് മോതിരിടാം. നിന്റെ കല്യാണ കാര്യത്തില് ആദ്യം മുതലേ അഖിലാണ്ടേശ്വരി എന്നെ അപമാനിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ആ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ നിശ്ചയവും വിവാഹവും നടന്ന 2 ജീവൻ നിനക്ക് നഷ്ടപ്പെടും. ചെയ്യാൻ പോകുന്നത് അനിയൻകുട്ടനെയും നിന്റെ തന്തയുമാണ്. അവർക്കുള്ള ആയുസ് ഞാനങ്ങ് വെട്ടിക്കുറയ്ക്കും. ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി. വിലാസിനിക്കൊരു കല്യാണം മുടക്കാൻ അറിയാമെങ്കിൽ കൊലപാതകം പ്ലാൻ ചെയ്യാനും അറിയാം. കല്യാണി മോതിരിട്ട് കൊടുക്ക്. കല്യാണി, എന്താ താമസം? രാജീവ് കുറെ നേരമായി വിരൽ നീട്ടിയിരിക്കുന്നത് കണ്ടില്ലേ? കല്യാണി, എന്താ നീ കാണിക്കുന്നേ? എന്നോട് ക്ഷമിക്കണം മാഡം, എനിക്ക് പറ്റില്ല. എനിക്ക് ഈ കല്യാണം വേണ്ട. നെറുകേട് കാണിക്കുന്നു. മാഡത്തിനോട് എതിർത്ത് സംസാരിക്കാറാകു നീ. വേണ്ട, ഇനി ഇങ്ങനൊരു മോൾ എനിക്ക് വേണ്ട. നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും. ദാസേട്ടൻ എന്തൊക്കെ കാണിക്കുന്നേ? ദാസേട്ടൻ എന്താ ഭ്രാന്ത് പിടിച്ചോ? വിടവളെ. ഇത് കണ്ടില്ലേ എന്താ ഇവള് കാണിക്കുന്നത്? കല്യാണി, നീ എന്താ ഈ കാണിച്ചു കൂട്ടുന്നേ? എന്താ നിന്റെ പ്രശ്നം? സർ, കല്യാണിക്ക് ഇഷ്ടമുള്ള നിർബന്ധിക്കണ്ട. മോളെ, ഇത് അഖിലാമ്മയുടെ ഉറപ്പിച്ച കല്യാണം. മാഡവും സാറും ഒക്കെ നമുക്ക് ദൈവത്തെ പോലെയാ. എന്റെ മോള കാലിൽ പിടിച്ച് മാപ്പ് പറഞ്ഞിട്ട് മോതിരം രാജീവിന്റെ വിരലിട്ട് കൊടുക്ക. എന്റെ പൊന്നുമോള് ചെല്ല്. എനിക്ക് പറ്റില്ല അച്ഛാ. എനിക്ക് ഈ കല്യാണം വേണ്ട.
ദാസേട്ടാ ജി, നന്ദിയില്ലാത്തവളെ, നീ എങ്ങനെയാണ് എന്റെ മോളായിട്ട് പറഞ്ഞത്? ഇനി എനിക്ക് ഇങ്ങനെ ഒരു മോളില്ല. എവിടെയെങ്കിലും പോയി ചാവടി, നാശം പിടിച്ചവളെ. ദാസ മതി. അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നത്? ശരിയാ, ഇഷ്ടമില്ലെങ്കിൽ വിട്ടേക്കാം. ഈ നിശ്ചയം നടന്നില്ലെങ്കിൽ ഇവൾക്കൊരു നഷ്ടവും സംഭവിക്കില്ലല്ലോ. പകരം ഇത് നടത്താൻ തീരുമാനിച്ച എനിക്കാ നഷ്ടം. നഷ്ടമല്ല, അപമാനം. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി ഇന്നു മുതൽ നാട്ടുകാരുടെ മുമ്പിൽ പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവളാവും. അങ്ങനെ ഒരു പേര് കേൾപ്പിക്കുന്ന ആളിന്റെ കുടുംബം ഇനി ഈ കോമ്പൗണ്ടിൽ ജോലി ചെയ്യാനും താമസിക്കാനും ഞാൻ അനുവദിക്കില്ല. ദാസേട്ടനും മക്കളെയും കൂട്ടി ഇപ്പോ ഈ നിമിഷം ഈ വീട് വിട്ടു പോ. കടക്ക് പുറത്ത്. മാഡം, എന്റെ മോൾ അറിയാതെ. കല്യാണി, കല്യാണി, എന്തു പറ്റി നിനക്ക്? ഏയ് ഒന്നുമില്ല മാഡം. ആ, തിരുമേനി, കാര്യങ്ങൾ നടക്കട്ടെ. ആ, എന്നാ ഇനി പയ്യന്റെ കയ്യിലെ കുട്ടിക്ക് മോതിരയിടാം. നിശ്ചയം നടന്ന സന്തോഷം ഇപ്പൊ തീർന്നോളും. അടുത്ത ഷോയുടെ ക്ലൈമാക്സ് ട്രാജഡിയാണ്. നമസ്കാരം മാഡം. നമസ്കാരം സർ. നമസ്കാരം. ഗുഡ് മോർണിംഗ് ആനന്ദ്. മോർണിംഗ്. എന്തുണ്ട് രാജഗോപാൽ, സുഖമല്ലേ? സുഖമാണ് മാഡം. അന്ന് മാഡം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ സർവീസിലുണ്ടായില്ലായിരുന്നു. അടുത്ത ആഴ്ച സർക്കിളായിട്ട് പ്രൊമോഷനാണ്. അത് മാഡത്തെ കണ്ട് നേരിട്ട് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നത്. രാജഗോപാൽ വന്ന സമയം കൊള്ളാം. ഇവിടെ ഒരു ചടങ്ങ് നടക്കുകയായിരുന്നു. എനിക്ക് വേണ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ റിംഗ് എക്സ്ചേഞ്ച്. ഇനി ആഹാരം കഴിച്ചിട്ട് രാജഗോപാൽ പോയാൽ മതി. ഓക്കെ മാഡം, കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഞാൻ മാത്രമല്ല, ദൈവരുണ്ട്.
ഇത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. അവർക്കൊരു ഷോക്ക് കൊടുക്കാന്ന് വിചാരിച്ചത് ഇപ്പൊ എനിക്ക് ഷോക്കായല്ലോ. ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇനി രണ്ടുപേർക്കും വേണ്ടപ്പെട്ടവരുടെ അനുഗ്രഹം വാങ്ങാം. കല്യാണി, ഇവിടെയല്ല, അതാ അവിടെ. ഇനി ഡ്യൂട്ടി മതിയാക്കി പോയി കിടന്ന് ഉറങ്ങാനേ പറ്റൂ. എന്തൊക്കെ കറികളാ! വെറൈറ്റി 4 സൈസ് പായസമൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. തലയ്ക്ക് മത്ത് പിടിച്ചോലുണ്ട്. നമ്മൾ കഴിച്ചതേ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി മേഡത്തിന്റെ വീട്ടിലെ സദ്യ. അത് കഴിക്കണമെങ്കിൽ തന്നെ വേണം ഒരു യോഗം. വേണമെങ്കിൽ നാളെ ഇങ്ങോട്ട് തന്നെ വന്നാലോ? ഞങ്ങൾ റെഡിയാ സാറേ, സാറ് സമ്മതിച്ചാ മതി. സർ, ഇതാണോ സർ നിങ്ങളുടെ സ്ഥിരം കലാപരിപാടി? മനസ്സിലായില്ല. അല്ല, ഒരു കംപ്ലൈന്റ് കിട്ടിയാ വന്ന് സല്യൂട്ട് അടിച്ച് വയറ് നിറച്ച് ഭക്ഷണവും കഴിച്ചു പോകുന്ന പരിപാടി ഈ യൂണിഫോമിന് ചേരില്ല എന്ന് പറയായിരുന്നു. യൂണിഫോമിന്റെ ചേർച്ച അവിടെ നിൽക്കട്ടെ. മാഡം പറയാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ കൊള്ളായിരുന്നു. അത് വേറൊന്നുമല്ല. ഇപ്പൊ നിശ്ചയം കഴിഞ്ഞ രാജീവില്ലേ, അവൻ ഏതോ ഒരു പെണ്ണിനെ പ്രേമിച്ച് വഞ്ചിച്ചിട്ടാണ് ഇവിടെ വന്ന് കല്യാണം കഴിക്കുന്നതെന്നൊക്കെ കേട്ടു. അവളെ എനിക്കറിയാം, ഒരു പാവപ്പെട്ട പെൺകുട്ടിയാ. ഞാൻ അവളോട് പറഞ്ഞത് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാൻ. എന്നിട്ടും എന്നാ മാഡത്തിന് കിട്ടിയ വിവരം തെറ്റാണ്. അവള് പാവം പെണ്ണൊന്നുമല്ല, പക്കാ ഫ്രോഡാ. ഫ്രോഡ്. ഫ്രോഡോ? അതെ, അവൾക്ക് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ നിശ്ചയം മുടക്കുക. രാജീവ് പ്രേമിച്ച് വഞ്ചിച്ചു എന്ന് പരാതി തന്ന് എന്നെ കൊണ്ട് നിശ്ചയം മുടക്കുകയായിരുന്നു അവളുടെ ലക്ഷ്യം. എനിക്കതിന് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അയ്യോ, അങ്ങനെയാണോ? എന്നിട്ടിപ്പോ അവൾ എവിടെയുണ്ട്? അവളെ അറസ്റ്റ് ചെയ്ത് ഞാൻ സ്റ്റേഷനിൽ ഇരുത്താൻ പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ ചോദ്യം ചെയ്യാൻ. രാജീവ് പ്രേമിച്ച് വഞ്ചിച്ചു എന്ന് പരാതി തന്ന് എന്നെ കൊണ്ട് നിശ്ചയം മുടക്കുകയായിരുന്നു അവളുടെ ലക്ഷ്യം. എനിക്കതിന് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അയ്യോ, അങ്ങനെയാണോ? എന്നിട്ടിപ്പോ അവൾ എവിടെയുണ്ട്? അവളെ അറസ്റ്റ് ചെയ്ത് ഞാൻ സ്റ്റേഷനിൽ ഇരുത്താൻ പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ ചോദ്യം ചെയ്യാൻ. ഒരു തരത്തിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാ. അവളൊരു പാവമാ. അവളെ ആരോ ഒരു അമ്പായിട്ട് ഉപയോഗിക്കുക. അത് എഴുതാരാണെന്ന് കണ്ടുപിടിക്കുമ്പോഴേ യഥാർത്ഥ പ്രതി വലയിൽ വീഴൂ. അഖില മേഡത്തോട് ഈ കാര്യം പറഞ്ഞപ്പോ മേഡം ഈ കേസ് സീരിയസ് ആയിട്ട് എടുക്കാൻ എന്നോട് പറഞ്ഞത്. മേഡം പറഞ്ഞാ പിന്നെ എനിക്ക് മുന്നും പിന്നെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് തന്നെ ഈ കേസ് സൈബർ സെല്ലിന് വിടും. അവൾ ഇതുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയണം. അതോടെ പ്രതി എന്റെ കൈ കിട്ടും. പിന്നെ അവന്റെ കാര്യം പോക്ക. ഇനിയിപ്പോ പ്രതി അവനാവണമെന്നൊന്നുമില്ല, അവളായാലും മതി. ആളെ മനസ്സിലാവുമ്പോ ഞാൻ മേഡത്തെ നേരിട്ട് വന്ന് കണ്ടോളാം. ഇപ്പൊ പോട്ടെ. എന്റെ ദൈവമേ, ആ അമ്പയച്ചത് ഞാനാണെന്ന് എങ്ങാനും അഖിലാണ്ടേശ്വരി അറിഞ്ഞ ഓർക്കാൻ കൂടി വയ്യ. ഇന്നീ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. എന്തൊരു കഷ്ടം. വന്നതും പോയതുമല്ല എന്റെ നേർക്കാണല്ലോ.